സന്തോഷമാർഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്കത് വീണ്ടും അവസരം ലഭിച്ചല്ലോ. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ചിലർ കഠിനാധ്വാനം ചെയ്യും, അതിൻ്റെ കൂലി അവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ചിലരെങ്കിലും കഠിനാധ്വാനം ചെയ്തിട്ടും അതിന് മതിയായ വേതനം ലഭിച്ചിട്ടും അത് അവരുടെ കുടുംബത്തിന് പ്രയോജനപ്പെടാതെ പോകുന്നു എന്നുള്ളതായ ഒരു ദുഃഖകരമായ സത്യമുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. നിൻ്റെ അധ്വാന ഫലം നിൻ്റെ കുടുംബത്തിന് പ്രയോജനപ്പെടണം. എന്നാലും നീ കഷ്ടപ്പെടുന്നു, പൈസ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് നിൻ്റെ കുടുംബത്തിന് പ്രയോജനമില്ലാതെ അത് പോവുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്താ ഗുണം എന്തുവാ? അപ്പോൾ നമ്മളിവിടെ കാണുന്ന നിർദ്ദേശങ്ങൾ എന്താണ്? കണ്ടവർ നിൻ്റെ സമ്പത്ത് തിന്നുകളയരുത്, നിൻ്റെ പ്രയത്നഫലം വല്ലവൻ്റെയും വീട്ടിലായി പോകരുത്. നിങ്ങളുടെ അധ്വാന ഫലത്തെ നശിപ്പിക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിന്തിച്ചു നോക്കി. നിങ്ങൾ അധ്വാനിച്ചിടുന്ന പൈസയെ നഷ്ടപ്പെടുന്നതായ കാര്യങ്ങളോ ഉണ്ട് ജീവിതത്തിലുണ്ടെങ്കിൽ ആ മാർഗങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനത്തിന് ഉടമകളായി ഇനിയെങ്കിലും അധ്വാനിച്ചിടുന്ന പണം നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ, വല്ലവൻ്റെ വീട്ടിലായി പോകാതെ മറ്റുള്ളവർ സമ്പന്നരാക്കാനല്ല, മറിച്ച് എൻ്റെ കുടുംബത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലായി തീരുവാനായിട്ട്, സമർപ്പിക്കുവാനായിട്ട്, അതിൻ്റെ തീരുമാനമെടുക്കുവാനായിട്ട് നമുക്കെല്ലാവരും കഴിയട്ടെ. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ആവണം തീരുമാനമെടുത്ത് ഇനിയുള്ള നാളുകളെങ്കിലും സന്തോഷപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ സന്തോഷം മുന്നോട്ട് പോകാൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.